ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ന്യൂറോണുകൾ, നെർവസ് സിസ്റ്റം, ബ്രെയിന്, ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ പാർട്ട് നമ്മളിവിടെ തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പോൾ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടുന്നത് ന്യൂറോൺസ് എന്താണ് എന്നാണ്. ന്യൂറോൺസ് നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ? നോക്കാം എന്താണ് കൂട്ടുകാരെ ഈ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ന്യൂറോൺസ് ആർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് നെർവസ് സിസ്റ്റം. നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്നാണ്, ഒരു ഘടകമാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത് അല്ലേ? ന്യൂറോൺസ്, നാഡീകോശം എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നു. നമ്മുടെ ദേഹത്ത് മുഴുവൻ നാഡീ വ്യവസ്ഥയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആ നാഡീ വ്യവസ്ഥയിലെ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെയാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സെല്ല് തന്നെയാണ്. ഏറ്റവും നീളം കൂടിയ സെല്ലാണ് ന്യൂറോൺ എന്നൊക്കെ പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇത്തരത്തിലെ ന്യൂറോണുകൾ വെച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം. ക്ലിയർ? ഇനി they convert various stimuli into electrical impulses and transmit information as electrochemical signals. Not the point. ഫ്രണ്ട്സ്, നമ്മുടെ ശരീരത്ത് നമുക്ക് ലഭിക്കുന്ന എന്തെങ്കിലും സ്റ്റിമുലസുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരാൾ സ്പർശിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ചൂട് നമ്മുടെ ദേഹത്ത് വന്ന് വീഴുന്നു, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് വേദന അനുഭവിക്കുന്നു, ഇതെല്ലാം സ്റ്റിമുലസുകളാണ് കേട്ടോ. ഇതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുക? നെർവസ് സിസ്റ്റം, ന്യൂറോൺസിൻ്റെ സഹായത്തിൽ. അത്തരത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് വന്നാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സ്റ്റിമുലസിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസുകളായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ സ്റ്റിമുലസിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസുകളായിട്ട് നമ്മുടെ ന്യൂറോൺസ് കൺവേർട്ട് ചെയ്യുകയും അതിനെ, ആ ഇൻഫോർമേഷനെ ഇലക്ട്രോ കെമിക്കൽ സിഗ്നലുകളായി ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. സോ ബേസിക്കലി ഒരു സിഗ്നൽ, ഒരു സ്റ്റിമുലസ് നമ്മുടെ ദേഹത്ത് വന്ന് വീണാൽ നമ്മുടെ ന്യൂറോൺസ് അതിനെ ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കൂടുതൽ ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നൽസും കെമിക്കൽ സിഗ്നൽസും. എന്താണ് ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ്, കെമിക്കൽ സിഗ്നൽസ്? ഒരു ന്യൂറോൺസിൻ്റെ ഉള്ളിൽ കൂടെ ആ സ്റ്റിമുലസ് സിഗ്നൽ പാസ് ചെയ്ത് പോകുമ്പോൾ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസങ്ങൾ വരും. അതാണ് ഇലക്ട്രിക്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ഇൻഫർമേഷൻ പോകുമ്പോൾ ഒരു ന്യൂറോൺ ചില കെമിക്കലുകളെ റിലീസ് ചെയ്ത് ആ കെമിക്കലുകളാണ് അടുത്ത ന്യൂറോണിൻ്റെ പുറത്തേക്ക് ചെന്ന് വീഴുന്നത്. അതാണ് കെമിക്കൽ. വിച്ച് മീൻസ് ഒരു സ്റ്റിമുലസ് വന്നാൽ, ഒരു സിഗ്നൽ വന്നാൽ ഇലക്ട്രിക്കലായിട്ടുള്ള ഒരു രീതിയിലും അത് കൺവേർട്ട് ചെയ്യും, അത് കെമിക്കൽസ് ആയിട്ടും കൺവേർട്ട് ചെയ്യും അല്ലേ? സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദേ കൺവേർട്ട് വേരിയസ് സ്റ്റിമുലൈ ഇൻ ടു ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ്. ഓക്കെ അല്ലേ? ഏകദേശം ഐഡിയ മനസ്സിലായല്ലോ? മനസ്സിലായി. ന്യൂറോൺസ് റിസീവ് ഇൻഫോർമേഷൻ ഫ്രം സെൻസ് ഓർഗൻസ് ഓർ അഡ്ജസെൻറ്റ് ന്യൂറോൺസ്. ഈ ന്യൂറോണുകൾക്ക് എവിടെ നിന്നാണ് ഈ പറയുന്ന ഇൻഫർമേഷൻ കിട്ടുന്നത്? കൂടാതെ അതിനെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്ന ഒരു സംഗതി അല്ലേ? കാഴ്ച, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ന്യൂറോൺസ്, നമ്മുടെ കണ്ണിനകത്ത് ന്യൂറോൺസ് ഉണ്ട്, ആ ന്യൂറോൺസിലാണ് ചെന്ന് വീഴുന്നത്. കേൾവി, കേൾക്കുന്ന ആ ശബ്ദ തരംഗങ്ങൾ, ചെവിയുടെ അകത്ത് ന്യൂറോൺസ് ഉണ്ട്. ഓക്കെ. സ്മെൽ, മണം, നമ്മുടെ മൂക്കിനകത്ത് ന്യൂറോൺസ് ഉണ്ട്. ടേസ്റ്റ്, നമ്മുടെ നാക്കിൽ ന്യൂറോൺസ് ഉണ്ട്. ടച്ച്, നമ്മുടെ സ്കിന്നിൽ ഉടനീളം ന്യൂറോൺസ് ഉണ്ട്. എവിടെ എന്ത് സംഭവിച്ചാലും നമുക്ക് സെൻസ് ഓർഗൻസ് ആണ് അതിനെ പിടിച്ചെടുക്കുക, അതിനെ ന്യൂറോൺസ് ഇലക്ട്രോ കെമിക്കൽ സിഗ്നലുകളാക്കി മാറ്റും. അപ്പോൾ സെൻസ് ഓർഗൻസിൻ്റെ ഉപയോഗം എന്താണെന്ന് ഇപ്പോൾ ഒരു ഐഡിയ മനസ്സിലായല്ലോ? വ്യത്യസ്ത തരത്തിലുള്ള സെൻസേഷനുകളെ ഇലക്ട്രോ കെമിക്കൽ സിഗ്നലുകളാക്കി ശരീരത്തിന് മാറ്റേണ്ടതായിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള സെൻസേഷൻസിനെയൊക്കെ ഉള്ളിലേക്ക് എടുക്കുന്ന ഭാഗമാണ് സെൻസ് ഓർഗൻസ്. അതിനെ ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റുന്നതാണ് ന്യൂറോൺസ്. അതിനെ എങ്ങോട്ട് വിടുന്നു? നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് വിടുന്നു. മസ്തിഷ്കമാണ് അതിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂറോണുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ. ദേ ക്യാരി ഇൻഫോർമേഷൻ ടു ദ സെൻട്രൽ nervous system and from the central nervous system to motor organs, muscles and glands. ഫ്രണ്ട്സ്, അതായത് നമ്മുടെ ഈ ന്യൂറോണുകൾ ആ ഇൻഫർമേഷനെ നേരെ നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ എത്തിക്കും. സെൻട്രൽ നെർവസ് സിസ്റ്റം. കൂടാതെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇറ്റ് ഇൻക്ലൂഡ്സ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നമ്മുടെ നെർവസ് സിസ്റ്റം രണ്ട് തരമുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ശരീരത്ത് ഉടനീളം കാണുന്ന നെർവസ് സിസ്റ്റമാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡിനെയും ബ്രെയിനിനെയും കൂടെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ന്യൂറോണുകൾ ഈ പറഞ്ഞ സിഗ്നലുകളെ നേരെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് ആ സിഗ്നലുകളെ മറ്റു രീതിയിലേക്ക് മാറ്റി മോട്ടോർ ന്യൂറോണുകളിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മോട്ടോർ ഓർഗൻസിലേക്ക് കൊണ്ടുപോകുന്നു. ഏതാണ് മോട്ടോർ ഓർഗൻസ്? മസിൽസും ഗ്ലാൻസും. അതായത് നമ്മുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് ഉള്ളിലേക്ക് എടുത്ത ഇൻഫർമേഷൻ്റെ ഇഫക്റ്റ് മസിൽസിലും ഗ്ലാൻസിലും കിട്ടും. എന്നെ ഒരാൾ തല്ലുന്നു, തല്ലിയ സമയത്ത് എനിക്ക് വേദനിക്കുന്നു, ഞാൻ തല്ല് കൊള്ളാതിരിക്കാൻ വേണ്ടി കൈ വലിക്കുന്നു. എന്നെ തല്ലിയപ്പോൾ ആ സ്കിന്നിൽ വരുന്ന ആ ഒരു ഇമ്പാക്റ്റ് ന്യൂറോൺസിൻ്റെ അകത്ത് ഇലക്ട്രോ കെമിക്കൽ സിഗ്നലുകളായിട്ട് മാറി മസ്തിഷ്കത്തിലേക്ക് എത്തി. മസ്തിഷ്കം പറയുന്നു, എടാ മോനെ, അത് വേദനയാണ് വരുന്നത്, ഇനി അവിടെ നിന്ന് അടികൊള്ളല്ലേ, കൈ വലിച്ചോ. മസ്തിഷ്കം ആ ഇൻഫർമേഷൻ എൻ്റെ കയ്യിലെ പേശികളിൽ കൊടുക്കുന്നു, പേശികൾ ഉപയോഗിച്ച് ഞാൻ കൈ വലിക്കുന്നു. എന്നെ ഒരു നായ കടിക്കാൻ വരുന്നു, നായ എന്നെ കടിച്ചിട്ടില്ല, പക്ഷെ കടിക്കാൻ വരുന്നു. എന്നെ നേർക്കൊരു നായ ഓടി വരുമ്പോൾ തന്നെ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങുന്നു, ഞാൻ ഭയക്കാൻ തുടങ്ങുന്നു, അല്ലേ? എന്താ ഇതിൻ്റെ അർത്ഥം? നായ ഓടി വരുന്നു എന്ന വിഷ്വൽ എൻ്റെ കണ്ണിൽ വന്ന് വീണു, അത് ന്യൂറോണുകളിലെത്തി, ബ്രെയിനിലെത്തി. ബ്രെയിൻ ഉടനെ നമ്മുടെ ശരീരത്തിൻ്റെ അടുത്ത് പറയുകയാണ്, ഗ്രന്ഥികളോട് പറയുകയാണ്, അഡ്രിനാലിനെ നീ ഉടനെ നിർമ്മിച്ചോ, എത്രയും പെട്ടെന്ന് തന്നെ ഓടേണ്ടി വരും, അല്ലെങ്കിൽ നായയുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും, അഡ്രിനാലിനെ നിർമ്മിച്ചോ. അഡ്രിനാലിൻ്റെ നിർമ്മാണം ഒരു പക്ഷേ നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ രീതികളിലാണ് നമ്മുടെ ഈ ശരീരം വർക്ക് ചെയ്യുന്നത്. സോ ന്യൂറോൺസ് എന്ന് പറയുന്നത് സെൻസ് ഓർഗൻസ് വഴി ഇൻഫർമേഷൻ ഉള്ളിലേക്ക് എടുക്കുന്നു, ന്യൂറോൺസിലെത്തുന്നു, അത് ബ്രെയിനിലെത്തുന്നു, ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഇഫക്റ്റ് ശരീരത്തിൻ്റെ മസിൽസിലും ഗ്ലാൻഡിലും ഒക്കെ എത്തിക്കുന്നു. ഇതാണ് ആ ഒരു ന്യൂറോണൽ ട്രാൻസ്ഫർ ഓഫ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. എന്നാലും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ അറിവില്ലാത്തവർ ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊള്ളുക. ഇതാണ് അതിൻ്റെ രീതി. അടുത്തത് ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഇമേജ് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? നോക്കൂ, നമ്മുടെ ബ്രെയിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? നമ്മുടെ ബ്രെയിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രെയിനിൽ നിന്ന് എങ്ങനെ പോകുന്നു നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രെയിനിൽ നിന്നും താഴേക്ക് പോകുന്നു നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഈ സ്പൈനൽ കോഡിൽ നിന്നും പല മേഖലകളിലേക്ക് കണക്ഷൻ പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ നിന്നും പല മേഖലയിലേക്ക് കണക്ഷൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റവുമായി ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾക്ക് അത് കാണിക്കാവുന്നതിൻ്റെ ഒരു പരിധി ഉള്ളത് കൊണ്ട് ഈ ഒരൊറ്റ ഇമേജ് കാണിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ നെർവസ് സിസ്റ്റം ഈ പറയുന്ന മേഖലകളും എല്ലാമായിട്ട് ലിങ്ക് ചെയ്താണ് കാണുന്നത്. There are nearly 12 billion neurons in the human nervous system. കൂട്ടരെ 12 ബില്യൺ ന്യൂറോൺസ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുണ്ട്. എത്ര? 12 ബില്യൺ. മില്യൺ അല്ല കേട്ടോ, 12 ബില്യൺ ന്യൂറോൺസ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുണ്ട്. പഠിച്ചു വെച്ചോളുക. വേരി ഇൻ ടൈപ്പ്, ഷേപ്പ്, സൈസ് ആൻഡ് ഫങ്ഷൻ. ഈ 12 ബില്യൺ ന്യൂറോൺസും ഒരേ ടൈപ്പാണ്, ഒരേ ഷേപ്പാണ് എന്ന് വിചാരിക്കരുത്. വ്യത്യസ്ത രൂപങ്ങളിൽ, വ്യത്യസ്ത ഷേപ്പുകളിൽ, വ്യത്യസ്ത ഫങ്ഷനുകളിൽ ആണ് ഇവർ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ന്യൂറോൺസ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുണ്ട്. ഏകദേശം 12 ബില്യൺ ന്യൂറോൺസ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? വ്യക്തമാണ് കേട്ടോ, വ്യക്തമാണ്, ഓക്കെയാണ്. ന്യൂറോൺസ് ഷെയർ 3 ഫണ്ടമെന്റൽ കോമ്പോണൻസ്. Neurons share 3 fundamental components: soma, cell body, dendrites and axons. കൂട്ടുകാരെ, ഒരു ന്യൂറോണിൻ്റെ ഘടന പരിശോധിച്ചാൽ അതിന് 3 ഭാഗങ്ങളുണ്ട് കേട്ടോ. ഒരു ന്യൂറോണിൻ്റെ ഘടന പരിശോധിച്ചാൽ അതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് സോമ അല്ലെങ്കിൽ സെൽ ബോഡി, 2 ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗങ്ങൾ, 3 ആക്സോൺ എന്ന് പറയുന്ന ഭാഗം. ഒരു ന്യൂറോണിൻ്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സോമ അഥവാ സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ് അല്ലെങ്കിൽ ആക്സോൺ. ക്ലിയർ ആണോ? എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ദ സോമ കണ്ടെയ്ൻസ് ദ ന്യൂക്ലിയസ് ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ദ ന്യൂറോൺ. ഒരു ന്യൂറോണിൻ്റെ സോമ അല്ലെങ്കിൽ സെൽ ബോഡി എന്ന് പറയുന്ന ഭാഗത്താണ് അതിൻ്റെ ന്യൂക്ലിയസും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലും കാണുന്നത്. ന്യൂക്ലിയസിനകത്താണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ഒരു ന്യൂറോണിൻ്റെ സെൽ ബോഡി അഥവാ സോമയിൽ അതിൻ്റെ ന്യൂക്ലിയസ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും. ക്ലിയർ?
Okay. Dendrites are branch-like structures that receive incoming neural impulses. ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്ന ഭാഗം ബ്രാഞ്ച് ആയിട്ട് നിൽക്കുന്ന സ്ട്രക്ചേഴ്സാണ്. മറ്റ് വശങ്ങളിൽ നിന്നും വരുന്ന സിഗ്നലുകളെ ഈ ഡെൻഡ്രൈറ്റുകളാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്, ന്യൂറോണിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഓക്കെ. ഇനി ഡെൻഡ്രൈറ്റ്സ് ഹാവ് സ്പെഷ്യലൈസ്ഡ് റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ബൈ ഇൻകമിങ് സിഗ്നൽസ്. ഡെൻഡ്രൈറ്റ്സിൽ ചില സ്പെഷ്യലൈസ്ഡ് റിസപ്റ്ററുകളുണ്ട്. ഒരു സിഗ്നൽ അതിൻ്റെ പുറത്ത് വന്ന് വീണാൽ അത് ആക്ടിവേറ്റഡ് ആകും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെൻഡ്രൈറ്റുകളുടെ ഒരു പ്രത്യേകത. ദേ ഇവിടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. നോക്കൂ ഫ്രണ്ട്സ്, ഇതാണൊരു ന്യൂറോൺ. ഇതൊരു ടിപ്പിക്കൽ മോഡൽ ന്യൂറോൺ ആണ്. എല്ലാ ന്യൂറോൺസും ഈ സ്ട്രക്ചറാണെന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും നീളമുണ്ട്, പക്ഷേ പല ന്യൂറോൺസും പല ടൈപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 12 ബില്യൺ ന്യൂറോൺസ് ഉണ്ട് നമ്മുടെ ശരീരത്ത്. അത് പലതും പല ടൈപ്പാണ് കേട്ടോ. നോക്കാം ഫ്രണ്ട്സ്, ദേ ആ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് പരിശോധിച്ചേ. ന്യൂറോൺസിൽ ദേ ബ്രാഞ്ചഡ് ആയിട്ട് കാണുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ കൂട്ടർ, ഇതാണ് ഡെൻഡ്രൈറ്റ്സ്. ഇതാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ, ഡെൻഡ്രൈറ്റ്സ്. ഇനി ആ ന്യൂറോണിൻ്റെ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ ഭാഗമാണ് സെൽ ബോഡി അല്ലെങ്കിൽ സോമ. സെൽ ബോഡിയുടെ അകത്ത് ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നോക്കിക്കോണേ, ആ സെൽ ബോഡിയിൽ നിന്നും നല്ല നീളത്തിൽ താഴേക്ക് ഒരു സ്ട്രക്ചർ പോയിട്ടുണ്ട്. ആ നീളത്തിലുള്ള സ്ട്രക്ചറിൻ്റെ പേരാണ് ആക്സോൺ. ആ നീളത്തിലുള്ള സ്ട്രക്ചറിൻ്റെ പേരാണ് ആക്സോൺ കേട്ടോ. അതാണ് ആക്സോൺ. നോക്കാം നമുക്ക്. ഇതാണ് ആ 3 സ്ട്രക്ചർ അല്ലേ. 1 സെൽ ബോഡി, 2 ഡെൻഡ്രൈറ്റ്സ്, 3 ആക്സോൺ. ഇത് 3ഉമാണ് നമ്മുടെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് നോക്കാം. സിഗ്നൽസ് റിസീവ്ഡ് ബൈ ഡെൻഡ്രൈറ്റ്സ് ആർ പാസ്ഡ് ഓൺ ടു ദ സോമ ആൻഡ് ദെൻ ടു ദ ആക്സോൺ. പല സ്ഥലങ്ങളിൽ നിന്നും നോക്കൂ, ഫ്രം അനദർ ന്യൂറോൺ എന്ന് പറഞ്ഞവിടെ കൊടുത്തിട്ടില്ലേ. അനദർ ന്യൂറോണിൻ്റെ അറ്റത്ത് നിന്നുള്ള സിഗ്നലുകൾ നമ്മുടെ ഡെൻഡ്രൈറ്റുകളാണ് സ്വീകരിക്കുന്നത്. ഡെൻഡ്രൈറ്റുകൾ ആ സിഗ്നലുകളെ സെൽ ബോഡിയിലേക്ക് വിടുന്നു. സെൽ ബോഡിയിൽ നിന്ന് ആ സിഗ്നലുകൾ ആക്സോണിലേക്ക് വരുന്നു. സോ സിഗ്നലുകളുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഫ്രണ്ട്സ്? ആദ്യം ഡെൻഡ്രൈറ്റ്, എന്നിട്ട് സെൽ ബോഡി അല്ലെങ്കിൽ സോമ, പിന്നീട് ആക്സോൺ. ഈ ഒരൊറ്റ ഡിറക്ഷനിലേ ഈ പറയുന്ന സിഗ്നൽസ് പോകൂ. അല്ലാതെ ഒരിക്കലും ആക്സോണിൽ നിന്നും തിരിച്ചു കയറി സെൽ ബോഡിയിൽ നിന്നും ഡെൻഡ്രൈറ്റ്സിലേക്ക് ഒരിക്കലും പോവില്ല. ഇത് നിങ്ങളും പഠിച്ചു വയ്ക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ ഡിറക്ഷൻ അത്ര അധികം സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒന്നാണ് കേട്ടോ. എപ്പോഴും ഡെൻഡ്രൈറ്റ്സ്, സെൽ ബോഡി, ആക്സോൺ എന്ന ഓർഡറിലെ സിഗ്നലുകൾ പോവുള്ളൂ. എന്തിനാണ് ഇങ്ങനെ ബ്രാഞ്ച് ചെയ്തിരിക്കുന്ന ഡെൻഡ്രൈറ്റുകൾ നമ്മുടെ ന്യൂറോണുകൾക്കുള്ളത്? എവിടെ നിന്നെങ്കിലും സിഗ്നൽ വരികയാണെങ്കിൽ അതിനെ എല്ലാത്തിനെയും കൂടെ പിടിച്ച് സെൽ ബോഡിയിലേക്ക് എത്തിച്ച് ആക്സോണിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത് ബ്രാഞ്ചായിട്ട് കാണുന്നത്. ഇപ്പോൾ ഏകദേശം ഐഡിയ മനസ്സിലായല്ലോ, പിടികിട്ടി. The axon conducts information over varying distances. സുഹൃത്തുക്കളെ, ആക്സോൺ എന്ന് പറയുന്ന ഈ സ്ട്രക്ചറാണ് നല്ല ഡിസ്റ്റൻസിലേക്ക് ആ സിഗ്നലിനെ കൊണ്ട് പോകുന്നത്. ആക്സോൺ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ആക്സോണിൽ വളരെ പ്രകടമായിട്ട് ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. കൂടെ ഈ സ്ട്രക്ചറിൻ്റെ പേരാണ് മയലിൻ ഷീത്ത്. എനിക്ക് തോന്നുന്നു ബയോളജി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം മയലിൻ ഷീത്ത് എന്താണെന്ന്. ആക്സോണിനെ പൊതിഞ്ഞു നിർത്തിയിരിക്കുന്ന ഡിസ്കണ്ടിന്യൂവസ് ലെയറാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. നോക്കൂ, കണ്ടിന്യൂസ് അല്ല കേട്ടോ, ഇടക്കിടയ്ക്ക് ഗ്യാപ്പുകളുണ്ട്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. എന്നാലേ അത് വളരെ സ്പീഡിൽ റാപ്പിഡായിട്ട് എന്താ ചെയ്യുന്നത്, ഈ സിഗ്നലിന് താഴേക്ക് വരാൻ പറ്റുള്ളൂ. ഒറ്റ കണ്ടിന്യൂസ് ലെയർ ആണെങ്കിൽ സ്ലോ ആയി പോകും. അതുകൊണ്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ ആക്സോണിൽ അവിടെ പാച്ചായിട്ട് കാണുന്ന ഷീത്തുകളുടെ പേരാണ് മൈലിൻ ഷീത്ത്. ഓരോ മൈലിൻ ഷീത്തുകളുടെയും അല്ലെങ്കിൽ ബഞ്ചിൻ്റെ ഇടയിൽ ചില ഗ്യാപ്പുകളുണ്ട്, മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഗ്യാപ്പുകളുണ്ട്. അവരുടെ പേരാണ്, ആ ഭാഗത്തിൻ്റെ പേരാണ് നോഡ് ഓഫ് റൺവീർ. ആ ഭാഗത്തിൻ്റെ പേരാണ് നോഡ് ഓഫ് റൺവീർ. സോ ആക്സോൺ എന്നും പറഞ്ഞത് ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് കേട്ടോ. ആക്സോണിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഷീറ്റുകളാണ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് കണ്ടിന്യൂസ് ആണോ? നോ, ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോഡ് ഓഫ് റൺവീർ. ഓക്കെ. ഈ ആക്സോണിൻ്റെ താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ ആക്സോണൽ എൻഡിങ്സ് എന്നോ നെർവ് എൻഡിങ്സ് എന്നോ നമുക്ക് വിളിക്കാം. ആക്സോണൽ എൻഡിങ്സ് എന്നോ നെർവ് എൻഡിങ്സ് എന്നോ നമുക്ക് വിളിക്കാം. അതാണിത്. അതേ നെർവ് എൻഡിങ്സ് ആണ് ഇവിടെയും മറ്റൊരു കളറിൽ കാണിച്ചിരിക്കുന്നത്, പക്ഷെ മറ്റൊരു ന്യൂറോണിൻ്റെ ഭാഗമാണെന്ന് മാത്രം.
സോ ഈ നെർവ് എൻഡിങ്സിൽ നിന്നും ഈ പറഞ്ഞ ഇൻഫർമേഷൻ എങ്ങോട്ട് പോകും? അതിൻ്റെ അടിയിലിരിക്കുന്ന അടുത്ത ന്യൂറോണിലേക്ക് പോകും, അവിടെ നിന്നും അടുത്ത ന്യൂറോണിലേക്ക്, ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ ന്യൂറോൺസ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോൺസുകളുടെ അറേഞ്ച്മെൻറ്റ്, ഇങ്ങനെയാണ് സിഗ്നലുകളുടെ മൂവ്മെൻറ്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ആക്സോൺസ് ബ്രാഞ്ച് ഇൻ ടു ടെർമിനൽ ബട്ടൺസ് that transmit information to other neurons, glands or muscles. കൂട്ടരെ, നമ്മുടെ ആക്സോൺസ് എന്ന് പറയുന്നതിൻ്റെ അറ്റത്ത് ബൾബ് പോലെ ചില സ്ട്രക്ചേഴ്സ് കാണുന്നില്ലേ? ഇവിടെയും ബൾബ് പോലെ ചില സ്ട്രക്ചേഴ്സ് കാണുന്നില്ലേ? ഇതിൻ്റെ ഇവിടെയും ഉണ്ട് കേട്ടോ. ഇതിനെയാണ് നമ്മൾ ടെർമിനൽ ബട്ടൺസ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും അടിയിലത്തെ ബട്ടൺ പോലുള്ള ഭാഗം ടെർമിനൽ ബട്ടൺസ്. ഇവിടെ എന്താ സംഭവിക്കുക? ഈ ടെർമിനൽ ബട്ടണിൽ നിന്നാണ് ഇൻഫർമേഷനെ അടുത്ത ന്യൂറോണിലേക്കോ അടുത്ത ഗ്ലാൻഡിലേക്കോ അടുത്ത മസിലിലേക്കോ വിടുന്നത്. അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്നും എപ്പോഴും അടുത്ത ന്യൂറോണിലേക്ക് തന്നെ പോകണമെന്നൊന്നുമില്ല. ഈ ന്യൂറോണിൻ്റെ അടിയിൽ ചിലപ്പോൾ മസിലായിരിക്കും, ഇൻഫർമേഷൻ മസിലിലേക്കായിരിക്കും കൊടുക്കുക. ഈ ന്യൂറോണിൻ്റെ അടിയിൽ ഗ്ലാൻഡ് ആയിരിക്കും, ഗ്രന്ഥി ആയിരിക്കും, ഇൻഫർമേഷൻ ഗ്രന്ഥിയിലേക്കായിരിക്കും കൊടുക്കുക. അങ്ങനെ പല തരത്തിലുള്ള ന്യൂറോണൽ ജംഗ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ടെർമിനൽ ബട്ടൺ. ന്യൂറോൺസ് ജനറലി ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ഇൻ വൺ ഡിറക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ യൂണി ഡിറക്ഷൻ അല്ല, ന്യൂറോൺസിൻ്റെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇൻ വൺ ഡിറക്ഷൻ ആണ് കേട്ടോ. ഫ്രം ഡെൻഡ്രൈറ്റ്സ് ത്രൂ സോമ ആൻഡ് ആക്സോൺ ടു ടെർമിനൽ ബട്ടൺസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡെൻഡ്രൈറ്റിൽ നിന്നും സോമയിലേക്ക്, സെൽ ബോഡിയിലേക്ക്, ആക്സോണിലേക്ക്, ടെർമിനൽ ബട്ടണിലേക്ക്. ഇങ്ങനെയാണ് പോകുന്നത്, തിരിച്ചൊരു ഒഴുക്കില്ല. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. നെർവ്സ്, ബണ്ടിൽസ് ഓഫ് ആക്സോൺസ് facilitate the conduction of information in the nervous system. കൂട്ടരെ, നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെർവ്, ന്യൂറോൺ എന്താണെന്ന് നിങ്ങൾ കണ്ടു, നെർവ് എന്താണെന്ന് നിങ്ങളൊന്ന് അറിയണ്ടേ? നെർവ് എന്ന് പറഞ്ഞാൽ they are bundles of axons. ഈ ആക്സോണുകളുടെ ഒരു ബണ്ടിൽ അടുപ്പിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ നെർവ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒറ്റ ആക്സോൺ അല്ലേ? ഇതുപോലെ കുറേ ആക്സോണുകളെ ഒന്നിച്ച് ഞാൻ വെച്ചാലോ ആ ഒരു ബഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെർവ്. അപ്പം നെർവ് വേറെ, ന്യൂറോൺസ് വേറെ കേട്ടോ. ന്യൂറോണുകളുടെ ആക്സോണുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ നെർവ് എന്ന് വിളിക്കുന്നത്. നെർവും ന്യൂറോണും ഒന്നല്ല, പഠിച്ചോണം കേട്ടോ. ന്യൂറോണുകളുടെ, പ്രത്യേകിച്ച് ആക്സോണുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ നെർവ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ദേ ഫെസിലിറ്റേറ്റ് ദ കണ്ടക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ നെർവസ് സിസ്റ്റം. അപ്പോൾ ഒരെണ്ണത്തിൽ കൂടെ മാത്രമല്ല, അറ്റ് എ ടൈം കുറേ ന്യൂറോൺസ് കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ന്യൂറോണുകളുടെ, പ്രത്യേകിച്ച് ആക്സോണുകളുടെ ബണ്ടിലിനെ വിളിക്കുന്ന പേരാണ് നെർവ്. സോ നെർവിൽ കൂടെയാണ് ഇമ്പൾസ് പോകുന്നത്, അതാണ് നെർവ് ഇമ്പൾസ് കേട്ടോ. അപ്പോൾ ന്യൂറോൺ എന്ന് പറയുന്നതിൻ്റെ ബേസിക് യൂണിറ്റ് മാത്രമാണ്. അത്തരത്തിൽ പല ന്യൂറോണുകളുണ്ട്, പല ബണ്ടിലുകളായിട്ടാണ് ഇരിക്കുന്നത്. സിഗ്നലെല്ലാം അതിൻ്റെ പുറത്തുകൂടെയാണ് പോകുന്നത്. ദിസ് ഈസ് കോൾഡ് എസ് നെർവ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണ് കേട്ടോ. ദർ ആർ ടു മെയിൻ ടൈപ്സ് ഓഫ് നെർവ്സ്. കൂടാതെ നമ്മുടെ ശരീരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട നെർവ് ടൈപ്പുകളുണ്ട്. ഒന്ന് സെൻസറി അല്ലെങ്കിൽ അഫറൻറ്റ് ആൻഡ് മോട്ടോർ അല്ലെങ്കിൽ എഫറൻറ്റ്. സെൻസറി അല്ലെങ്കിൽ അഫറൻറ്റ് നെർവ് എന്ന് പറഞ്ഞാൽ പുറത്തെ ഇൻഫർമേഷനെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന ആൾ. നമ്മുടെ മോട്ടോർ അല്ലെങ്കിൽ ഇഫറൻറ്റ് നെർവ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ മസിൽസിലും ഗ്ലാൻഡുകളിലേക്കും കൊണ്ടുപോകുന്ന ആൾ. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻസറി മോട്ടോർ നെർവ്സ് എന്ന് പറഞ്ഞാൽ. സെൻസറി നെർവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസ് ഓർഗൻസിൻ്റെ ഇൻഫർമേഷൻ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്ന നെർവ്സാണ് സെൻസറി നെർവ്സ്. മസ്തിഷ്കം എന്നിട്ട് നമ്മുടെ ശരീരത്തോട് പല കാര്യങ്ങളും പറയാറില്ലേ? അത്തരത്തിൽ മസ്തിഷ്കവും നമ്മുടെ ശരീരഭാഗവും തമ്മിൽ ഇൻഫർമേഷൻ കൈമാറ്റം ചെയ്യുന്ന, അത് വൺ സൈഡ് കൈമാറ്റം, അതിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ നെർവ്സ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, ഓക്കെ ആണ്. അങ്ങനെയാകട്ടെ നമ്മുടെ നെർവുകളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ന്യൂറോണുകളുടെ ഒരു വ്യത്യാസം ഇവിടെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് നോക്കിക്കോണേ, ഞാൻ നേരത്തെ കാണിച്ചത് ഒരു ടിപ്പിക്കൽ ന്യൂറോണിൻ്റെ ഡയഗ്രാമാണ്. എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ 12 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു മോട്ടോർ ന്യൂറോണാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന ഒരു മോട്ടോർ ന്യൂറോണാണ്. അത് ഇങ്ങനെ കിടക്കുന്ന മോട്ടോർ ന്യൂറോണാണ്. മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത് ചേരുമ്പോഴാണ് മോട്ടോർ നെർവ് ആകുന്നത് അല്ലേ? ബ്രെയിനിൽ നിന്നും ശരീരഭാഗത്തേക്ക് ഇൻഫർമേഷൻ പോകുന്നത് മോട്ടോർ ന്യൂറോൺ വഴിയാണ്. സെൻസറി ന്യൂറോൺ ഇവിടെ കാണുന്നുണ്ട്. സെൻസറി ന്യൂറോണിൻ്റെ ഘടനയൊന്ന് ശ്രദ്ധിച്ചേ, നേരത്തെ കണ്ട ഘടനയല്ല. അതിൻ്റെ സെൽ ബോഡി ഇവിടെയാണ് കാണുന്നത്. അതിൻ്റെ ഡെൻഡ്രൈറ്റുകൾ ഇങ്ങനെ നീണ്ടാ കാണുന്നത്. ഇതാണ് നമ്മുടെ ഡെൻഡ്രൈറ്റുകളൊക്കെ ഇവിടെ കാണുന്നത്. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഡെൻഡ്രൈറ്റ് കേട്ടോ. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഡെൻഡ്രൈറ്റ്. ഇതാണ് അതിൻ്റെ ആക്സോണൽ എൻഡിങ്, ടെർമിനൽ ബട്ടൺ. ഓക്കെ, ടെർമിനൽ ബട്ടൺ ഇതാണ് കേട്ടോ. സോ അതിൻ്റെ സ്ട്രക്ചറിൽ ചെറിയൊരു വ്യത്യാസം കണ്ടില്ലേ? സെൻസറി ന്യൂറോൺസ്.
എന്നാൽ ഈ രണ്ട് ന്യൂറോണുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഇന്റർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺസും നമ്മുടെ മോട്ടോർ ന്യൂറോൺസിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ന്യൂറോൺസ് ആണ് ഇന്റർ ന്യൂറോൺസ് കേട്ടോ. അവരുടെ സ്ട്രക്ചർ നോക്കിക്കേ, രണ്ടും ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ഇവർ രണ്ടുപേരെയും ജോയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരാണ് ഇന്റർ ന്യൂറോൺസ്. ഏകദേശം ഐഡിയ മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിൽ അനേകം ന്യൂറോണുകൾ, അതിൻ്റെ ബേസിസിൽ അനേകം ടൈപ്പ് ഓഫ് നെർവ്സ് നമ്മുടെ ദേഹത്തുണ്ട്. ഏകദേശം ഒരു ഐഡിയ പിടികിട്ടിയല്ലോ? പിടികിട്ടി. സെൻസറി നെർവ്സ് ക്യാരി ഇൻഫർമേഷൻ ഫ്രം സെൻസ് ഓർഗൻസ് ടു ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻസറി നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് ഓർഗൻസിൽ നിന്നും ഇൻഫർമേഷൻ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ, സിമ്പിളാണ്. മോട്ടോർ നെർവ്സ് ക്യാരി ഇൻഫർമേഷൻ ഫ്രം ദി സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദ മസിൽസ് ഓർ ഗ്ലാൻഡ്സ്. എനിക്ക് വേദനിച്ചു എന്ന ഇൻഫർമേഷൻ എൻ്റെ മസ്തിഷ്കത്തിൽ എത്തിക്കുന്നത് സെൻസറി നെർവ്സ്. എന്നാ വേദനിക്കുന്ന സ്ഥലത്ത് നിന്ന് നീ കൈ വലിച്ചോടാ എന്ന് മസ്തിഷ്കം എൻ്റെ പേശികളോട് പറയുന്നത് മോട്ടോർ ന്യൂറോൺസ് വഴി. അപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ? ഇൻപുട്ട് സെൻസറി ന്യൂറോൺസ് വഴി, ഔട്ട്പുട്ട് മോട്ടോർ ന്യൂറോൺസ് വഴി. അപ്പം പിടികിട്ടിയല്ലോ? വ്യക്തമാണ്? ഓക്കെയാണ് കേട്ടോ. മോട്ടോർ നെർവ്സ് കൺട്രോൾ മൂവ്മെന്റ്സ് ആൻഡ് അതർ റെസ്പോൺസസ്. ശരീരത്തിൻ്റെ ചലനങ്ങളും മറ്റ് മാറ്റങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് മോട്ടോർ ന്യൂറോൺസ് ആണ്. കാരണം ബ്രെയിന് നമ്മുടെ ശരീരത്തോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ മോട്ടോർ ന്യൂറോൺസ് വഴിയാണ്. ശരീരത്തിന് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ബ്രെയിനിലേക്ക് എത്തുന്നത് സെൻസറി ന്യൂറോൺസ് ആണ്. അപ്പോൾ ആ പാത്വേയിലെ വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കേട്ടോ. സം നെർവ്സ് ആർ മിക്സ്ഡ് കണ്ടെയ്നിങ് സെപ്പറേറ്റ് സെൻസറി ആൻഡ് മോട്ടോർ ഫൈബേഴ്സ്. സുഹൃത്തെ, ഞാൻ നെർവ്സ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ, സെൻസറി ന്യൂറോൺസിന് വേണ്ടി സെൻസറി നെർവ്, മോട്ടോർ ന്യൂറോൺസ് കമ്പൈൻ ചെയ്യുമ്പോൾ മോട്ടോർ നെർവ്. ഇതല്ലാതെ മിക്സഡ് നെർവ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗക്കാരുണ്ട് കേട്ടോ. മിക്സഡ് നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അകത്ത് സെൻസറി ന്യൂറോൺസ് കാണും, മോട്ടോർ ന്യൂറോൺസ് കാണും. രണ്ടും കൂടെ ഒന്നിച്ച് വരുന്ന നെർവുകളാണ് മിക്സഡ് നെർവ്സ്. അങ്ങനെയുള്ള നെർവുകളും നമ്മുടെ ശരീരത്ത് ഉണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വച്ചിരിക്കുക കേട്ടോ. ഇൻഫോർമേഷൻ ട്രാവൽസ് ആസ് എ നെർവ് ഇമ്പൾസ് ഇൻ ദ നെർവസ് സിസ്റ്റം. കൂട്ടരെ, നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഈ ഒരു സിഗ്നൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെർവ് ഇമ്പൾസ്. നെർവ് ഇമ്പൾസ് എന്ന് പറയുന്ന ഒരു സിഗ്നലിംഗ് രീതിയാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ കൂടെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. ഇതാണ് നെർവ് ഇമ്പൾസ്. സോ ഒരു നെർവ് ഇമ്പൾസ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വേദന നമ്മുടെ ശരീരത്തിന് വന്നാൽ ആ വേദന ഒരു നെർവ് ഇമ്പൾസായി നെർവസ് സിസ്റ്റത്തിൽ കൂടെ നേരെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തും. ആ ഒരു സിഗ്നലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെർവ് ഇമ്പൾസ്. സോ ദ ഇൻഫർമേഷൻ ട്രാവൽസ് ആസ് നെർവ് ഇമ്പൾസ് ഇൻ ദി നെർവസ് സിസ്റ്റം. ഓക്കെ, ക്ലിയർ? Stimulus energy interacts with the receptors, initiating electrical changes in the nerve potential. സുഹൃത്തുക്കളെ, നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ന്യൂറോൺസ്. കൂടാതെ ന്യൂറോൺസിൻ്റെ ആക്സോൺ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക കേട്ടോ. നമ്മുടെ ഈ നീളത്തിലെ ആക്സോണിനെ ഞാൻ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, സാധാരണ സെല്ലുകളിൽ ചാർജ് സെപ്പറേഷൻസ് പ്രകടമായിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് നെർവസ് സിസ്റ്റത്തിൽ ന്യൂറോൺസിൻ്റെ കേസിൽ പുറത്ത് പോസിറ്റീവ് ചാർജും, ആക്സോണിൻ്റെ പുറത്ത് ഫുൾ പോസിറ്റീവ് ചാർജും ഉള്ളിൽ ഫുൾ നെഗറ്റീവ് ചാർജുമാണ് കേട്ടോ. ഉള്ളിൽ ഫുൾ നെഗറ്റീവ് ചാർജുമാണ്. ഓക്കെ, ഈ ഒരു ന്യൂറോൺ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കുക. എന്നെ ആരെങ്കിലും ഒരാൾ തൊട്ടാൽ ഞാൻ അറിയില്ലേ അത് എങ്ങനെ? ഈ തൊട്ടു എന്ന് പറയുന്ന ആ ഒരു സ്റ്റിമുലസിൻ്റെ എനർജി ഈ ചാർജ് സെപ്പറേഷനിൽ മാറ്റം കൊണ്ടുവരും. എന്നെ ഒരാൾ തൊടുന്ന മാത്രയിൽ തന്നെ ദേ നോക്കൂ, ആക്സോണിൻ്റെ ഒരു ഭാഗത്തെ ഉള്ളിൽ പോസിറ്റീവും പുറത്തെ ഭാഗം ദേ നെഗറ്റീവും ആകും. അതായത് ഇവിടെ ഒരു വ്യക്തമായ ചാർജ് സെപ്പറേഷൻ നടന്നു. എന്നെ ആരോ വന്ന് സ്പർശിച്ചപ്പോൾ ദേ ഈ ലെവലിൽ നിന്ന ന്യൂറോൺസിൽ ചാർജ് വ്യത്യാസം വന്നു. ഓക്കെ, ഈ ചാർജ് വ്യത്യാസമാണ് ന്യൂറോണിൽ കൂടെ ഒഴുകി അടുത്ത ന്യൂറോണിൽ എത്തുന്നത്. അപ്പോൾ അടുത്ത ന്യൂറോണിൽ വീണ്ടും ഇതേ ചാർജ് വ്യത്യാസം, അത് അടുത്ത ന്യൂറോണിൽ എത്തുമ്പോൾ അവിടെ വീണ്ടും ഇതേ ചാർജ് വ്യത്യാസം. ഈ ചാർജ് സെപ്പറേഷനിൽ ഈ അവസ്ഥയിൽ ഉണ്ടായിരുന്ന ചാർജിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒന്ന് മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മൾ ആ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ആ മാറ്റം ന്യൂറോണുകളിൽ ഉടനീളം പ്രതിഫലിച്ചാൽ നമ്മൾ പറയുന്നത് അതാണ് നെർവ് ഇമ്പൾസ്. ആ നെർവ് ഇമ്പൾസ്, ചാർജ് സെപ്പറേഷൻ എന്ന് പറയുന്ന നെർവ് ഇമ്പൾസ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഡെൻഡ്രൈറ്റ്, നമ്മുടെ സെൽ ബോഡി, നമ്മുടെ ആക്സോൺ വഴി ഇങ്ങനെ ട്രാവൽ ചെയ്ത് ടെർമിനൽ ബട്ടണിലെത്തി അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് പോകും.
അതേ അടുത്ത ഡെൻഡ്രൈറ്റിലും ഇതേ മെത്തേഡാണ് സംഭവിക്കുക. സോ സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ, ന്യൂറോൺസിനെ സംബന്ധിച്ച് സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജുകളുടെ ഡിഫറൻസിൽ വരുന്ന മാറ്റങ്ങളാണ്. എന്നെ ഒരാൾ അടിച്ചു, എൻ്റെ ന്യൂറോൺസിൽ ചാർജുകൾ ഓപ്പോസിറ്റായി പോവും. എന്നെ ഒരാൾ കടിച്ചു, എൻ്റെ കയ്യിലെ ന്യൂറോൺസിൽ ചാർജ് സെപ്പറേഷൻ മാറിപ്പോവും. എന്നെ ഒരാൾ വഴക്ക് പറയുന്നു, ഞാൻ പേടിച്ചുപോയി, എൻ്റെ നേത്രങ്ങളുടെ ഉള്ളിലെ ന്യൂറോൺസിൻ്റെ ചാർജ് സെപ്പറേഷനിൽ മാറ്റം വരും. സോ ബേസിക്കലി എന്ത് സ്റ്റിമുലസോ ആയിക്കോട്ടെ, ന്യൂറോൺസിൽ അതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക, ന്യൂറോൺസിലെ ഈ പോസിറ്റീവ് പുറത്ത് നെഗറ്റീവ് ചാർജ് ഉള്ളിൽ എന്ന് പറയുന്നതിൽ കോട്ടം വരികയും ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവ് ആവുകയും ചെയ്യും. ഇത് ഒരു സെക്ഷനിൽ മാത്രമേ ആവുള്ളൂ, ബാക്കി സെക്ഷനൊക്കെ നോർമൽ. എന്നിട്ട് ഈ സെക്ഷൻ പഴയപടിയാകുമ്പോൾ അടുത്ത സെക്ഷനിൽ വീണ്ടും ചേഞ്ച് സംഭവിക്കും. എന്നിട്ട് ഇത് പഴയപടിയായി അടുത്ത സെക്ഷനിൽ വീണ്ടും എങ്ങനെയാണ് ന്യൂറോൺസിൻ്റെ സിഗ്നൽസ് പോകുന്നത്. പക്ഷേ ഈ സിഗ്നൽ ട്രാൻസ്മിഷൻ ഭയങ്കര ഫാസ്റ്റാണ്. എന്നെ ഒരാൾ തൊടുന്ന മാത്രമേ തന്നെ എനിക്ക് ഇൻഫർമേഷൻ തലയിൽ കിട്ടി. അപ്പോൾ ആലോചിക്കൂ, ഇവിടെ തൊട്ടപ്പോൾ തന്നെ ഒറ്റ പോക്കാണ്. ഫുൾ ന്യൂറോൺസിലെ ചാർജ് സെപ്പറേഷനിൽ ചേഞ്ച് സംഭവിച്ചു. ഇതാണ് നമ്മുടെ ആ നെർവസ് ഇമ്പൾസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കാര്യം കേട്ടോ. സോ ഇത്തരത്തിലുള്ള സ്റ്റിമുലസ് എനർജികൾ നമ്മുടെ ന്യൂറോൺസിലെ ഇലക്ട്രിക്കൽ ചാർജുകളെ ചേഞ്ച് കൊണ്ടുവരും എന്നതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ക്ലിയർ അല്ലേ? ഓക്കെയാണ്. നെർവ് പൊട്ടൻഷ്യൽ ഈസ് എ സഡൻ ചേഞ്ച് ഇൻ ന്യൂറോൺ സർഫസ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. ഞാനിപ്പോൾ വരച്ചതേ ഉള്ളൂ. ന്യൂറോണുകളുടെ പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവും ആണെങ്കിൽ കൂടെ ഈ നെർവ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സഡൻ ചേഞ്ച് ഇൻ ദെയർ ചാർജ് സെപ്പറേഷൻ. ഉള്ളിൽ പോസിറ്റീവ് പുറത്ത് നെഗറ്റീവ് ആയി പോകും. അപ്പോഴേ തന്നെ ന്യൂറോൺസ് പരിപാടി തുടങ്ങും, ഫയറിംഗ് തുടങ്ങും. അത് നേരെ അടുത്ത ന്യൂറോൺസിലേക്ക് ഇതേ ചാർജ് സെപ്പറേഷൻ കൊടുക്കും. ആ ന്യൂറോൺസിൽ വീണ്ടും ഇത്തരത്തിൽ ചാർജ് സെപ്പറേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മൾ നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതൊരു നെർവ് ഫൈബർ ആണ്, അല്ലെങ്കിൽ ഇതൊരു ന്യൂറോൺ ആണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ന്യൂറോൺസിൽ ഉടനീളം പോസിറ്റീവ് ചാർജാണ്, പുറത്ത് ഉള്ളിൽ നെഗറ്റീവ് ചാർജാണ്. പക്ഷേ അതിൽ എവിടെയോ ഒരിടത്ത് വെച്ച് ഒരു സിഗ്നൽ വന്നു, അവിടെ നേരെ ആ സിഗ്നലിൽ ചേഞ്ച് സംഭവിച്ചു. ആ സിഗ്നൽ ഇപ്പോൾ നടുക്കത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നടുക്ക ഭാഗത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവും വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സിഗ്നൽ ഇവിടെ എത്തി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും സിഗ്നൽ ഈ അവസ്ഥ ഇപ്പുറത്തേക്ക് മാറും. ഇത് വീണ്ടും പഴയ പോലെ പോസിറ്റീവ് പുറത്ത് നെഗറ്റീവ് അകത്ത് എന്ന ലെവലിൽ വരും. ഈ ചാർജ് സെപ്പറേഷനാണ് നെർവസ് ഇമ്പൾസ് അല്ലെങ്കിൽ നെർവ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുന്നത്. സോ ബേസിക്കലി ഇപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ നേത്രങ്ങളുടെ ഉള്ളിലെ ന്യൂറോണുകളിൽ ഈ ചാർജ് സെപ്പറേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചാർജ് ഡിഫറൻസ് സംഭവിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ചെവിയുടെ ഉള്ളിൽ കോക്ലിയയുടെ ഭാഗത്തും ന്യൂറോണുകൾ ഫയർ ചെയ്യുന്നുണ്ട്, ന്യൂറോണുകൾ ഈ സെപ്പറേഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങളുടെ ന്യൂറോൺസ് ഇല്ലാതായി പോയാലോ പിന്നെ നിങ്ങൾക്ക് അത് നടക്കില്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. വീക്ക് സ്റ്റിമുലസ് ലീഡ്സ് ടു സ്മോൾ ഇലക്ട്രിക്കൽ ചേഞ്ചസ് ആൻഡ് നോ ഇമ്പൾസ് ജനറേഷൻ. ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, സ്റ്റിമുലസ് വളരെ വീക്കാണെങ്കിലോ, വളരെ വീക്ക് എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ള സ്റ്റിമുലസ് ആണെങ്കിലോ, സ്റ്റിമുലസ് ചെറിയ ഇലക്ട്രിക്കൽ ചേഞ്ച് കൊണ്ടുവന്നാലും അതൊരു നെർവ് ഇമ്പൾസ് ആയിട്ട് മാറില്ല. വിച്ച് മീൻസ് ഒരു സ്റ്റിമുലസിന് നെർവ് ഇമ്പൾസായി മാറണമെങ്കിൽ അതിൻ്റെ മിനിമൽ സ്ട്രെങ്ത് വേണം. ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ഒന്നും നമുക്ക് സ്റ്റിമുലസ് ആയിട്ട് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. അതിനൊരു നിശ്ചിത എമൗണ്ട് ഓഫ് സ്ട്രെങ്ത് നമ്മുടെ സ്റ്റിമുലസിന് വേണം. എന്നാൽ മാത്രമേ അത് നെർവ് ഇമ്പൾസ് ആയിട്ട് നമ്മുടെ ന്യൂറോൺസ് കൺവേർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്ട്രോങ് സ്റ്റിമുലസ് ജനറേറ്റ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് സെൻഡ് ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. വളരെ ശക്തമായ സ്റ്റിമുലസ് ആണെങ്കിൽ അപ്പോൾ തന്നെ സ്ട്രോങ് ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ഉണ്ടാക്കുകയും അത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. നെർവ് ഇമ്പൾസ് സ്ട്രെങ്ത് ഈസ് നോട്ട് ടൈഡ് ടു സ്റ്റിമുലസ് സ്ട്രെങ്ത്. സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഞാൻ നേരത്തെ പറഞ്ഞു വീക്ക് സ്റ്റിമുലസ് ലീഡ് ടു സ്മോൾ ഇലക്ട്രിക്കൽ ചേഞ്ചസ് ആൻഡ് നോ ഇമ്പൾസ് നെർവ് ഇമ്പൾസ് ജനറേഷൻ ഞാൻ പറഞ്ഞു. എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നതിൻ്റെ സ്ട്രെങ്ത് ഇത് സ്റ്റിമുലസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സ്റ്റിമുലസിൻ്റെ സ്ട്രെങ്ത്തുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല യഥാർത്ഥത്തിൽ എന്നതാണ് സത്യം. ഈവൻ ദോ ഞാനിവിടെ പറഞ്ഞു വീക്ക് സ്റ്റിമുലസ് ആണ് എങ്കിൽ ഇലക്ട്രിക്കൽ ചേഞ്ചുകൾ ഉണ്ടാവുകയും നോ നെർവ് ഇമ്പൾസ് എന്ന രീതിയിൽ എത്തുകയും ചെയ്തു അല്ലേ? ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്.
പക്ഷേ ഇവിടെ ഞാൻ പറയുന്നു നെർവ് ഇമ്പൾസ് സ്ട്രെങ്ത്തിന് കാര്യമായിട്ട് നമ്മുടെ സ്റ്റിമുലസ് സ്ട്രെങ്ത്തുമായിട്ട് ബന്ധമില്ല. അതായത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിമുലസ് സ്ട്രെങ്ത് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ തലച്ചോറ് അതിനെ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, അതായത് എന്നെ ചെറുതായിട്ടൊന്ന് തൊട്ടേ എന്നെ വലുതായിട്ടൊന്ന് തൊട്ടേ എന്തായാലും ഇൻഫർമേഷൻ എൻ്റെ തലയിൽ എത്തുന്നുണ്ടല്ലോ. ചെറുതായാലും വലുതായാലും എൻ്റെ ഇൻഫർമേഷൻ എൻ്റെ തലയിൽ എത്തുന്നുണ്ടല്ലോ. അതായത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റിമുലസ് എത്ര കൊടുക്കുന്നോ എന്നത് നമ്മുടെ നെർവ്സിനൊരു വിഷയമേ അല്ല. പതുക്കെ അമർത്തിയാലും ഇറുക്കി അമർത്തിയാലും ഇൻഫർമേഷൻ എൻ്റെ തലയിലേക്ക് എത്തുന്നു. അതാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് അർത്ഥം. ദ നെർവ് ഇമ്പൾസ് സ്ട്രെങ്ത് ഈസ് നോട്ട് ടൈഡ് ടു ദ സ്റ്റിമുലസ് സ്ട്രെങ്ത്. ഞാൻ ഇറുക്കി അമർത്തി ഇമ്പൾസിൻ്റെ ഇമ്പാക്റ്റ് കൂടുമോ? ഇല്ല. ഇറുക്കി അമർത്തിയാലും പതുക്കെ അമർത്തിയാലും എൻ്റെ ന്യൂറോൺസിൻ്റെ നെർവസ് ഇമ്പൾസ് എന്ന് പറയുന്നത് ഒരേ ലെവലിലാണ് അത് എന്ത് ചെയ്യുന്നത്? അത് ചാർജിൻ്റെ സെപ്പറേഷൻ ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് നെർവ് ഇമ്പൾസ് സ്ട്രെങ്ത്തിനും സ്റ്റിമുലസിൻ്റെ സ്ട്രെങ്ത്തുമായിട്ട് കാര്യമായിട്ട് വലിയ ബന്ധമില്ല. കാരണം ഇറുക്കി അമർത്തിയാലും പതുക്കെ അമർത്തിയാലും നിങ്ങളുടെ ന്യൂറോൺസ് ഫയർ ചെയ്യും. പക്ഷെ തീരെ വീക്ക് സ്റ്റിമുലസ് ആണെങ്കിൽ ഫയർ ചെയ്യില്ല, അത് വേറെ കാര്യം കേട്ടോ. സോ വിച്ച് മീൻസ് ഒന്നെങ്കിൽ ഇത് ഒരു രീതിയിൽ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കുകയില്ല. ഇതാണ് ഓൾ ഓർ നൺ പ്രിൻസിപ്പിൾ അല്ലേ. ഒന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് ജോലിയെ വേണ്ട എന്നൊരാൾ തീരുമാനിച്ചാലോ, ഒന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് വേണം അല്ലെങ്കിൽ എനിക്ക് ജോലിയെ വേണ്ട എന്ന് തീരുമാനിച്ചാലോ, ഇതാണ് ഓൾ ഓർ നൺ. ഒന്നെങ്കിൽ എനിക്കത് മൊത്തത്തിൽ വേണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട, ഇത്തിരി തരുന്ന പരിപാടി വേണ്ട എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. ഇതാണ് ഓൾ ഓർ നൺ പ്രിൻസിപ്പിൾ. എന്താണ് കൂട്ടരെ ഓൾ ഓർ നൺ പ്രിൻസിപ്പിൾ? വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞോണേ ഫ്രണ്ട്സ്. എന്നെ ഒരാൾ ഇറുക്കി അമർത്തിയാലും എന്നെ ഒരാൾ പതുക്കെ അമർത്തിയാലും എൻ്റെ ന്യൂറോൺസ് ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുക. അതായത് എൻ്റെ നെർവ് ഇമ്പൾസിൻ്റെ സ്ട്രെങ്ത്ത് എൻ്റെ സ്റ്റിമുലസിൻ്റെ സ്ട്രെങ്ത്തുമായിട്ട് ബന്ധമില്ല. ഇതാണ് അതിൻ്റെ അർത്ഥം. വെറുതെ തൊട്ടാലും ഇറുക്കി തൊട്ടാലും അടിച്ചാലും വെട്ടിയാലും എൻ്റെ ന്യൂറോൺസ് ഒരേ രീതിയിലായിരിക്കും ഇൻഫർമേഷനെ എൻ്റെ തലച്ചോറിൽ കൊണ്ടെത്തിക്കുക. ഇതാണ് ഓൾ ഓർ നൺ പ്രിൻസിപ്പിൾ. പക്ഷേ നിങ്ങളുടെ പെയിൻ എന്ന് പറയുന്നതിൽ വ്യത്യാസം വരും കേട്ടോ. ഇതിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ മസ്തിഷ്കം പെയിൻ എത്ര കൂടുതലാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പതുക്കെയാണോ തൊട്ടത്, സ്പീഡിലാണോ തൊട്ടതെന്ന് നിങ്ങൾക്ക് മസ്തിഷ്കമാണ് അത് തീരുമാനിക്കുന്നത്. പക്ഷേ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരേ ലെവലിലാണ് കൊണ്ടുപോവുക. ഒന്നെങ്കിൽ ഇൻഫർമേഷൻ ഇല്ല, തീരെ വീക്ക് സ്റ്റിമുലസ് ആണെങ്കിൽ നെർവ് ഇമ്പൾസ് ഇല്ല, ഇൻഫർമേഷൻ ഇല്ല. എന്നാൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ തരത്തിലുള്ള ഇമ്പാക്റ്റുകളും ഒരേ അവസ്ഥയിൽ തന്നെയാണ് ചാർജ് സെപ്പറേഷൻ കൊണ്ടുവരിക. എൻ്റെ കൈ ഒരാൾ വെട്ടിയാൽ ഇതേ സാധനമാണ് നടക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരാൾ കടിച്ചാൽ ഇതേ സെപ്പറേഷനാണ് നടക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരാൾ ഇടിച്ചാൽ ഇതേ സെപ്പറേഷനാണ് നടക്കുന്നത്. എന്നാൽ തീരെ വീക്ക് സിഗ്നൽ ആണെങ്കിൽ സെപ്പറേഷനേ ഇല്ല. അതിൻ്റെ അർത്ഥമാണ് ഇതിനെയാണ് നമ്മൾ ഓൾ ഓർ നൺ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. ഒന്നെങ്കിൽ ഒരേ രീതിയിൽ പോവും, അല്ലെങ്കിൽ ഇല്ല. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഓക്കെ അല്ലേ? വ്യക്തമാണ് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. നെർവ് ഇമ്പൾസസ് ഐദർ റെസ്പോണ്ട് ഫുള്ളി ഓർ നോട്ട് അറ്റ് ഓൾ. അതാണ് ഓൾ ഓർ നൺ പ്രിൻസിപ്പിൾ. ഒന്നുകിൽ അത് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇല്ല. ഇനി ഇടയിൽ നിൽക്കുന്ന പരിപാടി നമ്മുടെ നെർവ് ഇമ്പൾസുകൾക്കില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഓക്കെ. ദ സ്ട്രെങ്ത് ഓഫ് എ നെർവ് ഇമ്പൾസ് റിമെയിൻസ് കോൺസ്റ്റന്റ് അലോങ് ദ നെർവ് ഫൈബർ. ഈ നെർവ് ഇമ്പൾസ് ഏത് നെർവ് ഫൈബറിന് ഇവിടെ നോക്കിയാലും അതിൻ്റെ സ്ട്രെങ്ത് ഒരുപോലെ തന്നെ. അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റം എത്തുമ്പോൾ സ്ട്രെങ്ത് ഷെയ്ക്കില്ല, ഇല്ലാതായി പോവില്ല. ഇവിടുത്തെ അതേ സ്ട്രെങ്ത് തന്നെയാണ് ഇവിടെയും, ഇവിടുത്തെ അതേ സ്ട്രെങ്താണ് അടുത്ത ന്യൂറോണിലും. ഇതാണ് ഈ പോയിന്റിന്റെ അർത്ഥം. ദ സ്ട്രെങ്ത് ഓഫ് എ നെർവ് ഇമ്പൾസ് റിമെയിൻസ് കോൺസ്റ്റന്റ് അലോങ് ദ നെർവ് ഫൈബർ. കൂട്ടരെ അടുത്തത് നമുക്ക് നോക്കാം. കൂട്ടരെ എന്താണ് ഈ നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്? ഇൻഫർമേഷൻ ട്രാവൽസ് ആസ് എ നെർവ് ഇമ്പൾസ് ഇൻ ദ നെർവസ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. സ്റ്റിമുലസ് എനർജി ഇന്ററാക്ട്സ് വിത്ത് ദ റിസപ്റ്റേഴ്സ് ഇനീഷ്യേറ്റിംഗ് ഇലക്ട്രിക്കൽ ചേഞ്ചസ് ഇൻ ദ നെർവ് പൊട്ടൻഷ്യൽ. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് വന്നാൽ നെർവ്സിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, പുറത്ത് പോസിറ്റീവ് ഉള്ളിൽ നെഗറ്റീവ്, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നെർവ് പൊട്ടൻഷ്യൽ ഈസ് എ സഡൻ ചേഞ്ച് ഇൻ ന്യൂറോൺ സർഫസ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. കൂട്ടരെ നേരത്തെ നമ്മൾ കണ്ട അതേ കാര്യം തന്നെയാണ്. അതേ സഡൻ ചേഞ്ച്. ഈ ന്യൂറോൺസിന്റെ പൊട്ടൻഷ്യലിലെ സഡൻ ചേഞ്ചുകൾ, സഡൻ മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? നെർവ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. നെർവ് പൊട്ടൻഷ്യൽ. സോ നെർവ് പൊട്ടൻഷ്യൽ ഈസ് എ സഡൻ ചേഞ്ച് ഇൻ ദ ന്യൂറോൺ സർഫസ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. പുറത്തെ ചാർജിന്റെയും ഉള്ളിലെ ചാർജിന്റെയും എന്താണ് റിവേഴ്സൽ,
ഒരു ചേഞ്ചിനെയാണ് നമ്മൾ നെർവ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തരം സ്റ്റിമുലസ് കിട്ടിയാലും ഈ നെർവ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. വീക്ക് സ്റ്റിമുലസ് ലീഡ് ടു സ്മോൾ ഇലക്ട്രിക്കൽ ചേഞ്ചസ് ആൻഡ് നോ ഇമ്പൾസ് ജനറേഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സ്ട്രോങ് സ്റ്റിമുലസ് ജനറേറ്റ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് സെൻഡ് ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, റെപ്പറ്റീഷൻ പോയിന്റ് ആണ് കേട്ടോ. അടുത്തത് നെർവ് ഇമ്പൾസ് സ്ട്രെങ്ത് ഈസ് നോട്ട് ടൈഡ് ടു ഓൾ ഓർ നോൺ പ്രിൻസിപ്പിൾ. റെപ്പറ്റീഷൻ ആണ്. നെർവ് ഇമ്പൾസ് ഐദർ റെസ്പോണ്ട് ഫുള്ളി ഓർ നോട്ട് അറ്റ് ഓൾ. റെപ്പറ്റീഷൻ ആണ്. ന്യൂറോണൽ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് നെർവസ് സിസ്റ്റം. റെപ്പറ്റീഷൻ ആണ്. എ സിംഗിൾ ന്യൂറോൺ ക്യാരീസ് എ ന്യൂറൽ ഇമ്പൾസ് വിത്തിൻ ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ആക്സോൺ. ഒരു സിംഗിൾ ന്യൂറോൺ അതിൻ്റെ ഇമ്പൾസിനെ ആക്സോണിൽ ഉടനീളം എത്തിക്കും. അത് നമ്മൾ ഓൾറെഡി അറിയാം. ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ മൾട്ടിപ്പിൾ ന്യൂറോൺസ് ആർ ഇൻവോൾവ്. അല്ലെ കൂട്ടരെ, എൻ്റെ കയ്യിൽ നിന്ന് ഒരൊറ്റ ന്യൂറോൺ ആണോ മസ്തിഷ്കം വരെ നീണ്ടു കിടക്കുന്നതല്ല കേട്ടോ. ഒരു ന്യൂറോൺ എന്ന് പറഞ്ഞാൽ മൈന്യൂട്ടാണ്. അതുപോലെ അടുത്തത് ഇങ്ങനെ വരിയായി ലൈനായിട്ട് അറേഞ്ച് ചെയ്ത് എൻ്റെ ബ്രെയിൻ വരെ എത്തിച്ചിട്ടുണ്ട്. ഇതാണ് ഈ പോയിന്റിൻ്റെ അർത്ഥം. ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ മൾട്ടിപ്പിൾ ന്യൂറോൺസ് ആർ ഇൻവോൾവ്. ഓക്കെ, വ്യക്തമല്ലേ? കൂട്ടരെ, അങ്ങനെയെങ്കിൽ ഈ സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രണ്ട്സ്? സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് ഞാൻ പറയട്ടെ, രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാണോ? രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ന്യൂറോൺസ് റിലേ ഇൻഫോർമേഷൻ ടു നെയ്ബറിംഗ് ന്യൂറോൺസ് വിയ സിനാപ്സസ്. The axon tip of one neuron connects to the dendrites of another within a small gap called the synaptic cleft between them. സോറിലെ ദേ നോക്കൂ, ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോണുമായി ബന്ധിപ്പിച്ച് നിർത്തിയിരുന്ന ഈ ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ഒരു ന്യൂറോണിൻ്റെ ആക്സോണിൻ്റെ അറ്റത്തുള്ള ആക്സോൺ ടെർമിനൽ ബട്ടണാണിത്. മറ്റൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിൻ്റെ അറ്റത്തുള്ള ഒരു ഭാഗമാണിത്. ഇതിന് രണ്ടിൻ്റെ ഇടയിൽ ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ഇൻഫർമേഷൻ പോവുകയാണ്. തിരിച്ചു പോവില്ല കേട്ടോ. ആക്സോണിൽ നിന്നും അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് പോവുള്ളൂ. ഈ ഒരു കണക്ഷനെ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. സുഹൃത്തുക്കളെ, ഈ ഇടയിലുള്ള ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ വിടവ്, അതിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. സോ സിനാപ്റ്റിക് ക്ലഫ്റ്റ്, പ്രീ ന്യൂറോൺ, പോസ്റ്റ് ന്യൂറോൺ, ഇത് മൂന്നും കൂടെ ചേർന്നതാണ് സിനാപ്സ്. രണ്ട് ന്യൂറോണുകളുടെ ആ അറ്റങ്ങൾ, അതിൻ്റെ ഇടയിലുള്ള വിടവുകൾ, ഇത് മൂന്നും കൂടെ ചേർന്നാൽ സിനാപ്സായി. ഒരിക്കലും ഇത് രണ്ടും തമ്മിൽ ഒന്നിച്ചാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ നിൽക്കുന്ന സിനാപ്സുകളുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം സിനാപ്സുകളും ഗ്യാപ്പിട്ടാണ് നിൽക്കുന്നത് എന്നതാണ് സത്യം. ഫ്രണ്ട്സ്, ഒരു നെർവ് പൊട്ടൻഷ്യൽ ചാർജ് സെപ്പറേഷൻ ഇങ്ങ് അറ്റം വരെ എത്തി. ഇനി ഇവിടെ നിന്ന് അടുത്തതിലോട്ട് എങ്ങനെയാണ് പോകുന്നത്? നമ്മൾ ആദ്യം ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽ എന്ന് പറഞ്ഞില്ലേ, അതിൽ ഇലക്ട്രോ സിഗ്നലാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ചാർജ് സെപ്പറേഷൻ. കൂട്ടരെ, കെമിക്കൽസ് ഇതിൻ്റെ ഇടയിലാണ് വരുന്നത്. ആ നെർവ് ഇമ്പൾസ് ഇവിടം വരെ എത്തിയെന്ന് വിചാരിക്കുക കേട്ടോ. ഇതൊരു ടെർമിനൽ ബട്ടൺ ആണെന്ന് വിചാരിക്കുക. ആ നെർവ് ഇമ്പൾസ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ നെർവ്സിൻ്റെ അറ്റത്തിൽ നിന്നും കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ഘടകങ്ങളെ റിലീസ് ചെയ്യും. വിച്ച് മീൻസ് കുറേ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ ഉണ്ടായിരുന്നത് ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് ഇപ്പോൾ റിലീസ്ഡായി. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവന്മാരുടെ ദേഹത്ത് വന്ന് അറ്റാച്ച് ആവും. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ പിടിച്ചു നിർത്താനുള്ള ചില റിസപ്റ്ററുകൾ അടുത്ത ന്യൂറോണിൻ്റെ പുറത്തുണ്ട്. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ അടുത്ത ന്യൂറോൺ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന മാത്രയിൽ ഇവിടെ വീണ്ടും നമ്മുടെ ചാർജ് സെപ്പറേഷൻ നടക്കുന്നു. അത് അടുത്ത സിഗ്നലായിട്ട് വീണ്ടും പോകുന്നു. സോ ഇലക്ട്രിക് ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും കൂടെ ഉൾപ്പെടുന്നത് കൊണ്ടാണ് ഇലക്ട്രോ കെമിക്കൽ ചേഞ്ചസ് എന്ന് നമ്മളതിനെ വിളിക്കുന്നത്. ഐഡിയ മനസ്സിലായല്ലോ? യെസ്. അടുത്ത നമുക്ക് നോക്കാം. സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഈസ് എ കോംപ്ലക്സ് കെമിക്കൽ പ്രോസസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സിനാപ്സിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ കോംപ്ലക്സ് കെമിക്കൽ പ്രോസസ്സാണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരെണ്ണത്തിൽ നിന്നും അടുത്തതിലേക്ക് പോയി അവിടെ അറ്റാച്ചായി, അവിടെ ഒരു സിഗ്നൽ റിലീസ് നടക്കുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ തിരിച്ച് വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് വരും. ഇതാണ് ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രത്യേകത. സോ വാട്ട് ആർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്? ദീസ് ആർ കെമിക്കൽസ് വിച്ച് ആർ റിലീസ്ഡ് ടു ദ സിനാപ്റ്റിക് ക്ലഫ്റ്റ് വിച്ച് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് സിഗ്നൽസ് ഫ്രം വൺ ന്യൂറോൺ ടു ദി അതർ. രണ്ട് ന്യൂറോണുകളുടെ ഇടയിൽ, അല്ല ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് സിഗ്നലിനെ എത്തിക്കാൻ വേണ്ടി ആ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്ന കെമിക്കലുകളുടെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ.
ന്യൂറൽ ഇമ്പൾസ് കണ്ടക്ഷൻ ഇൻ ദ ആക്സോൺ ഈസ് ഇലക്ട്രോകെമിക്കൽ. ഞാൻ പറഞ്ഞു ആക്സോൺ വഴിയുള്ള ന്യൂറൽ ഇമ്പൾസ് കണ്ടക്ഷൻ ഇലക്ട്രിക്കലുമാണ് കെമിക്കലുമാണ്. കെമിക്കൽ സബ്സ്റ്റൻസസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ദ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ. സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ സിനാപ്സ് വഴിയുള്ള ജംഗ്ഷൻ വഴിയുള്ള ട്രാൻസ്മിഷൻ. അതിന് ആരുടെ സഹായം വേണം? കെമിക്കൽസ് എന്ന് പറയുന്ന ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന രാസപദാർത്ഥങ്ങളുടെ സഹായം വേണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മുടെ ആ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് നെർവസ് സിസ്റ്റം. കൂട്ടുകാരെ, നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. കൂട്ടുകാരെ, നെർവസ് സിസ്റ്റത്തെ നമുക്ക് എന്തായിട്ട് തിരിക്കാം? ഹ്യൂമൻ നെർവസ് സിസ്റ്റം ഇസ് ദ മോസ്റ്റ് കോംപ്ലക്സ് അമംഗ് ലിവിങ് ക്രീച്ചർ. നമ്മളെ ഇത്രയധികം ബുദ്ധിമാന്മാരായിട്ട് പറയപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ നെർവസ് സിസ്റ്റം അത്രയും കോംപ്ലക്സ് ആണ് ബാക്കി ജീവജാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. കൂട്ടുകാരെ, ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യരുടെ നെർവസ് സിസ്റ്റത്തെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും വിളിക്കാം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ബാക്കി നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിലുള്ള ആ നെർവസ് ഭാഗങ്ങളാണ് കേട്ടോ. സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ഓൾറെഡി ഞാൻ പറഞ്ഞു. പെരിഫറൽ നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. കൂട്ടത്തിലെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സൊമാറ്റിക് നെർവസ് സിസ്റ്റം, രണ്ട് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെ നെർവുകളെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സൊമാറ്റിക് നെർവസ് സിസ്റ്റവും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവും. ഓക്കെ, സൊമാറ്റിക് നെർവസ് സിസ്റ്റം കൺട്രോൾസ് വോളണ്ടറി ആക്ഷൻസ്. നിങ്ങളുടെ കൺട്രോളിലുള്ള ആക്ഷനുകളെ നിയന്ത്രിക്കുന്നത് സൊമാറ്റിക് നെർവസ് സിസ്റ്റമാണ്. എക്സാമ്പിൾ, ഞാൻ എൻ്റെ കൈ ഉയർത്തി, ഞാൻ എൻ്റെ കൈ താഴ്ത്തി. ഓക്കെ, ഞാൻ എൻ്റെ തല തിരിച്ചു, ഞാൻ വീണ്ടും പഴയ രീതിയിലേക്ക് എത്തി. ഇത് എൻ്റെ കൺട്രോളിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലേ? അല്ലേ? ആണ്. എൻ്റെ കൺട്രോളിൽ ഉള്ള ആക്ഷനുകളെ കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. എന്നാൽ എൻ്റെ കൺട്രോളിൽ അല്ലാത്ത ചില മൂവ്മെൻറ്റുകളുണ്ടല്ലോ. ഹൃദയമിടിപ്പിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എൻ്റെ ദഹനത്തെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അല്ലേ? എൻ്റെ ശ്വസനത്തെ കുറച്ചു നേരമൊക്കെ പിടിച്ചു വയ്ക്കാൻ പറ്റുമോ? എന്നാലും ഒരു പോയിന്റ് കൂടുതൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ ഇൻവോളണ്ടറി ആയിട്ടുള്ള നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ് കേട്ടോ. സോ പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് സൊമാറ്റിക്കും രണ്ട് ഓട്ടോണോമിക്കും. വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് സൊമാറ്റിക് നെർവസ് സിസ്റ്റം, ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളൊക്കെ സൊമാറ്റിക് നെർവസ് സിസ്റ്റം വഴിയാണ് നിങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ കൈ ഉയർത്തിയതൊക്കെ സൊമാറ്റിക് നെർവസ് സിസ്റ്റമാണ്. തല ചരിക്കുന്നതൊക്കെ സൊമാറ്റിക് നെർവസ് സിസ്റ്റമാണ്. അല്ലേ? നിങ്ങൾ നോക്കുമ്പോൾ സാറ് ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്ന പോലെ തോന്നുകയാണ് അല്ലേ? എന്നാൽ നമ്മുടെ കൺട്രോളിലല്ലാത്ത നമ്മുടെ ദഹനം, ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻവോളണ്ടറി ആക്ഷൻസ് അല്ലേ? നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളാണ്. ക്ലിയർ അല്ലേ കൂട്ടുകാരെ? നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം റിലേസ് സെൻസറി ഇൻഫർമേഷൻ ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് മോട്ടോർ കമാൻഡ്സ് ഫ്രം ദ ബ്രെയിൻ ടു ദി മസിൽസ് ആൻഡ് ഗ്ലാൻഡ്സ്. അതായത് ഇൻഫർമേഷൻ, സെൻസ് ഓർഗൻസിൽ നിന്നുള്ള ഇൻഫർമേഷൻ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റമാണ്. മസ്തിഷ്കം സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. അത് കുറേ ഡിസിഷൻ എടുത്തിട്ട് അതിൻ്റെ എഫക്റ്റ് തിരിച്ച് വീണ്ടും ശരീരഭാഗങ്ങളിലേക്ക് കൊടുക്കില്ലേ? അത് വീണ്ടും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. ഇതാണ് വ്യത്യാസം കേട്ടോ. ഇതാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. കൂടാതെ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞു, വോളണ്ടറി ആക്ഷൻസ്. ഇറ്റ് കംപ്രൈസസ് ഓഫ് ക്രൈനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്. ഫ്രണ്ട്സ്, സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ അകത്ത് നമുക്ക് ക്രൈനിയൽ നെർവ്സും ഉണ്ട്, സ്പൈനൽ നെർവ്സും ഉണ്ട് കേട്ടോ. ബ്രെയിനിൽ നിന്നും ഡയറക്റ്റ് എറൈസ് ചെയ്യുന്ന നെർവുകളാണ് ക്രൈനിയൽ നെർവ്സ്. സ്പൈനൽ കോഡ്, നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നും ഡയറക്റ്റ് എറൈസ് ചെയ്ത് വരുന്നതാണ് സ്പൈനൽ നെർവ്സ്. സോ ഇങ്ങനെ രണ്ട് തരം നെർവ്സ് ഉണ്ട് കേട്ടോ. ഒന്ന് ബ്രെയിനിൽ നിന്നും ഡയറക്റ്റ് വരുന്ന നെർവ്സ് ആണ്, ഇതാണ് നമ്മുടെ ക്രൈനിയൽ നെർവ്സ്. രണ്ട് സ്പൈനൽ കോഡിൽ നിന്നും ഡയറക്റ്റ് വരുന്ന ഒന്നാണ് നമ്മുടെ സ്പൈനൽ നെർവ്സ്. ഇങ്ങനെ രണ്ട് തരം നെർവുകൾ നമുക്കുണ്ട്. കൂട്ടുകാരെ, നമുക്ക് എത്ര ക്രേനിയൽ നെർവ്സ് ഉണ്ട്? എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്. 12 സെറ്റ് അല്ലെങ്കിൽ 12 പെയർ
നമ്മുടെ മസ്തിഷ്കം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരെണ്ണം ഇവിടെ ഒരു പേർ, രണ്ടാമത്തത് ഇവിടെ രണ്ടാമത്തെ പേർ, ഇങ്ങനെ മൊത്തം 12 പേർ നമ്മുടെ ബ്രെയിനിൽ നിന്നും ഡയറക്റ്റ് എറൈസ് ചെയ്ത് വരുന്നുണ്ട് നെർവ്സ്. ഇനി ഏകദേശം 31 പേറുകൾ നമ്മുടെ സ്പൈനൽ നെർവ്സ് ആണ്. സ്പൈനൽ കോഡിൽ നിന്ന് 31 ജോഡി നെർവ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്നും ഡയറക്റ്റ് എറൈസ് ചെയ്യുന്ന ക്രേനിയൽ നെർവ്സ് എത്ര എണ്ണം? 12 സെറ്റ് അല്ലെങ്കിൽ 12 പേർ. സ്പൈനൽ കോഡിൽ നിന്നും എറൈസ് ചെയ്യുന്ന പേറുകൾ എത്ര എണ്ണം? 31 പേർ അല്ലെങ്കിൽ 31 സെറ്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. കൂടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം നമുക്ക് നോക്കാം. ഇറ്റ് റെഗുലേറ്റ്സ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ലൈക്ക് ബ്രീത്തിങ്, ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഇമോഷണൽ റിയാക്ഷൻസ്. നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ബ്രീത്തിങ്, ബ്ലഡ് സർക്കുലേഷൻ, ഇമോഷണൽ റിയാക്ഷൻസ് ഒക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഈ പറഞ്ഞ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ് കേട്ടോ. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നും വിളിക്കാം. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നും നമുക്ക് വിളിക്കാം കേട്ടോ. കൂട്ടരെ, എന്താണ് ഈ സിമ്പത്തറ്റിക് അല്ലെങ്കിൽ എന്താണ് ഈ പാരാസിമ്പത്തറ്റിക് എന്ന് പറയുന്നത്? കൂട്ടരെ, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ്, അതായത് നമുക്ക് സ്ട്രെസ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആകുന്ന ഒന്നാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എങ്കിൽ, നിങ്ങളെ റിലാക്സ് ചെയ്ത് നിങ്ങളുടെ എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവ് ആകുന്ന ആളാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. നിങ്ങൾ പഠിച്ചോണേ, നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെസ് കൂടുന്ന സമയത്ത് അത് നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. എന്നാൽ നിങ്ങൾ റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സോ നെർവസ് സിസ്റ്റം 2 തരം: സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ 2ആയി ഡിവൈഡ് ചെയ്യുന്നു: സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക്. സൊമാറ്റിക് വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു, ഓട്ടോണോമിക് ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. ഓട്ടോണോമിക് വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. ഒരു സ്ട്രെസ് സിറ്റുവേഷനിൽ ആക്റ്റീവ് ആകുന്ന ആളാണ് സിമ്പത്തറ്റിക് എങ്കിൽ, നമ്മുടെ റിലാക്സ്ഡ് സിറ്റുവേഷനിൽ എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പാരാസിമ്പത്തറ്റിക്. സ്ട്രെസ് സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടാനും ഫ്ലൈ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അതാണ് സ്ട്രെസ് സിറ്റുവേഷനെ നമ്മൾ അതുകൊണ്ടാണ് വിളിക്കുന്നത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. സോ അത്തരത്തിലുള്ള റെസ്പോൺസ് ഉള്ള ആളാണ് സിമ്പത്തറ്റിക്. എന്നാൽ നിങ്ങൾ റിലാക്സ്ഡ് കണ്ടീഷൻ ആണെങ്കിലോ പാരാസിമ്പത്തറ്റിക്. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പേടിച്ച് വിറക്കുകയാണ് നിങ്ങൾ. സിമ്പത്തറ്റിക് സിസ്റ്റമാണ് നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. എന്നാൽ വീട്ടിലെത്തി ആൻസർ കീ നോക്കിയപ്പോഴത്തേക്കും കൊള്ളാം, അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പാരാസിമ്പത്തറ്റിക് സർവീസ് സിസ്റ്റം. ആ സമയത്ത് നമ്മളൊന്ന് റിലാക്സ്ഡ് ആയി മാറും. ക്ലിയർ ആണോ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? ഓക്കെ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ബോത്ത് ഡിവിഷൻസ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ബട്ട് ദെയർ എഫക്ട്സ് ആർ ഓപ്പോസിറ്റ്. രണ്ടുപേരും ഇക്വിലിബ്രിയം ആയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്, പക്ഷേ അവരുടെ ഇഫക്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരെണ്ണം സ്ട്രെസ്, ഒരെണ്ണം റിലാക്സേഷൻ. കൂടെ സെൻട്രൽ നെർവസ് സിസ്റ്റം നിങ്ങൾക്കറിയാം, സെൻസറി ഇൻഫർമേഷനെയും കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസിനെയും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് മോട്ടോർ കമാൻഡുകളൊക്കെ അയക്കുന്ന ഒന്നാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ഞാനത് ഓൾറെഡി പറഞ്ഞതാണ്. ബ്രെയിനും സ്പൈനൽ കോഡുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ബ്രെയിനിന് വേരിയസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, സ്പെസിഫിക് ഫങ്ഷൻസ് ഉള്ള. ബ്രെയിൻ എവല്യൂഷൻ ഇൻക്ലൂഡ്സ് ലിംബിക് സിസ്റ്റം, ബ്രെയിൻ സ്റ്റെം, സെറിബെല്ലം ആൻഡ് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് ദ സെറിബ്രൽ കോർട്ടെക്സ്. ഇങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റുകൾ, അതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ബ്രെയിനിൽ ഇത്തരത്തിൽ അനേകം ഭാഗങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് നമ്മൾ ഡെപ്തിൽ പഠിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ആൻ അഡൽട്ട് ബ്രെയിൻ വെയ്സ് അബൌട്ട് 1.36 കിലോഗ്രാം. 1.36 കിലോഗ്രാമാണ് ഒരു മുതിർന്ന വ്യക്തിയുടെ മസ്തിഷ്കത്തിൻ്റെ ഭാരം. ആൻഡ് ഹാസ് അറൌണ്ട് 100 ബില്യൺ ന്യൂറോൺസ്. ഓക്കെ, ആൻഡ് ഹാസ് അറൌണ്ട് 100 ബില്യൺ ന്യൂറോൺസ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് ഒരുപാട് ന്യൂറോണുകൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ കൂട്ടുകാർ ശ്രദ്ധിച്ചോളുക കേട്ടോ. അത് നമ്മുടെ എക്സാമിനേഷന് ചോദിക്കുന്ന ഒന്നാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു 12 ബില്യൺ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മറ്റ് നെർവസ് സിസ്റ്റത്തിലെ മറ്റ് ഘടകങ്ങളാണ് കേട്ടോ. ബ്രെയിനിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരു 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട് എന്നതാണ് സത്യം. കാരണം ബ്രെയിൻ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അടുത്തത്, ബ്രെയിൻസ് എബിലിറ്റി ടു ഗൈഡ് ബിഹേവിയർ ആൻഡ് തോട്ട് ഈസ് റിമാർക്കബിൾ. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, specific mental functions are localized in different brain areas. For example, the occipital lobe specializes in vision.
അത് നമ്മൾ വിശദമായിട്ട് പഠിക്കും കേട്ടോ. ബ്രെയിനിലെ ഓരോ ഭാഗങ്ങളും ഓരോ പ്രവൃത്തിക്ക് വേണ്ടി എന്താണ് ഡിവൈഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ് ഓക്സിപിറ്റൽ ലോബ്. അത് വിഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിലേക്കൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരും കേട്ടോ. ഓരോ ഭാഗങ്ങളിലെ സെപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇത് ജസ്റ്റ് നമ്മളൊന്ന് മെൻഷൻ ചെയ്ത് വയ്ക്കുന്നു എന്ന് മാത്രമേ കേട്ടോ. വിശദമായിട്ടൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ഫ്രണ്ട്സ്? കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ? How do neurons transmit information within the nervous system? ന്യൂറോൺസ് നെർവസ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെ? ഇലക്ട്രിക്കലി ആണോ, ഇലക്ട്രോ കെമിക്കലി ആണോ, മെക്കാനിക്കലി ആണോ, മാഗ്നറ്റിക്കലി ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രോ കെമിക്കലി ആണ്, നമ്മൾ പഠിച്ചതാണ്. അടുത്തത്, വിച്ച് പാർട്ട് ഓഫ് എ ന്യൂറോൺ റിസീവ്സ് ഇൻകമിംഗ് ന്യൂറൽ ഇമ്പൾസസ്? ഇൻകമിംഗ് ന്യൂറൽ ഇമ്പൾസുകൾ ഏത് പാർട്ടാണ് കൂട്ടുകാരെ സ്വീകരിക്കുന്നത്? ആക്സോൺ ആണോ, സോമയാണോ, ഡെൻഡ്രൈറ്റ് ആണോ, ടെർമിനൽ ബട്ടൺ ആണോ? മറ്റൊരു ന്യൂറോണിൽ നിന്നുള്ള ഇൻഫർമേഷൻ സ്വീകരിക്കുന്നെങ്കിൽ അത് ആര് തന്നെയാണ്? അത് ഡെൻഡ്രൈറ്റ്സ് തന്നെയാണ് കേട്ടോ. അത് ഡെൻഡ്രൈറ്റ്സ് തന്നെയാണ്. ക്ലിയർ? അടുത്തത്, വാട്ട് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് എ നെർവ് ഇമ്പൾസ് ഐദർ റെസ്പോൺസ് ഫുള്ളി ഓർ നോട്ട് അറ്റ് ഓൾ? കംപ്ലീറ്റ് ഡോമിനൻസ് പ്രിൻസിപ്പിൾ, ഓൾ ഓർ നൺ പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾസ് ഓഫ് പൊട്ടൻഷ്യാലിറ്റി, ഇമ്പൾസ് കോൺസ്റ്റൻസി പ്രിൻസിപ്പിൾ. ഏതായിരിക്കും ഫ്രണ്ട്സ്? നമ്മളിത് പഠിച്ചതാണ്. ഓൾ ഓർ നൺ പ്രിൻസിപ്പിൾ. ഓൾ ഓർ നൺ പ്രിൻസിപ്പിൾ. വാട്ട് ഹാപ്പൻസ് വെൻ എ വീക്ക് സ്റ്റിമുലസ് ഇന്ററാക്ട്സ് വിത്ത് റിസപ്റ്റർ? ഒരു റിസപ്റ്ററിൽ ഒരു വലിയ വീക്ക് സിഗ്നലാണ് വരുന്നതെങ്കിലോ? ലാർജ് ഇലക്ട്രിക്കൽ ചേഞ്ചസ്, നെർവ് ഇമ്പൾസ് ജനറേഷൻ, സ്മോൾ ഇലക്ട്രിക്കൽ ചേഞ്ചസ് ആൻഡ് നോ നെർവ് ഇമ്പൾസ് ജനറേഷൻ, നെർവ് ഇമ്പൾസ് ജനറേഷൻ റിഗാർഡ്ലെസ് ഓഫ് ഇലക്ട്രിക്കൽ ചേഞ്ചസ്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഒരു വീക്ക് സിഗ്നൽ ആണ് വരുന്നതെങ്കിലോ? സ്മോൾ ഇലക്ട്രിക്കൽ ചേഞ്ചസ് ആൻഡ് നോ നെർവ് ഇമ്പൾസ് ജനറേഷൻ. ഓപ്ഷൻ സി. നമ്മളത് പഠിച്ചതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ആക്സോൺ ടിപ്പ് ഓഫ് വൺ ന്യൂറോൺ ആൻഡ് ദ ഡെൻഡ്രൈറ്റ് ഓഫ് അനദർ? ആ രണ്ട് ന്യൂറോണുകളുടെ ഗ്യാപ്പുകൾ നമ്മൾ പഠിച്ചതല്ലേ? ആക്സോണൽ ഗ്യാപ്പ് ആണോ, സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആണോ, ന്യൂറോണൽ വോയിഡ് ആണോ, ഇമ്പൾസ് ഗ്യാപ്പ് ആണോ? സിനാപ്റ്റിക് ക്ലഫ്റ്റ് നമ്മൾ പഠിച്ചു ഇത്. ഓക്കെ, ക്ലിയർ? വിച്ച് സബ്സ്റ്റൻസസ് ആർ ഇൻവോൾവ് ഇൻ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ? സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ആരാണ്? ഹോർമോൺസ് ആണോ, ഇലക്ട്രോലൈറ്റ്സ് ആണോ, ന്യൂറോ ട്രാൻസ്മിറ്റർ ആണോ, എൻസൈംസ് ആണോ? പറ. നിങ്ങൾ പഠിച്ചതാണ്. യെസ്, ഓപ്ഷൻ സി, ന്യൂറോൺ ട്രാൻസ്മിറ്റർ ആണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. വിച്ച് പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം ഹാൻഡിൽസ് ഇൻവോളണ്ടറി ഫങ്ഷൻസ്? കൂട്ടർ, ഇൻവോളണ്ടറി അതായത് നമ്മുടെ കൺട്രോളിൽ അല്ലാത്തത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? സൊമാറ്റിക് നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. നമ്മളിത് പഠിച്ചതല്ലേ ഫ്രണ്ട്സ്? അത് ഓട്ടോണോമിക് ആണ്, ഇൻവോളണ്ടറി. സൊമാറ്റിക് ആണെങ്കിൽ വോളണ്ടറി. പെരിഫറലിൻ്റെ അകത്ത് വരുന്നതാണ് സൊമാറ്റിക്കും വോളണ്ടറിയും, നമ്മുടെ ഓട്ടോണോമിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? യെസ്. കൂട്ടരെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം? കൂട്ടരെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ട് ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. സ്പൈനൽ നെർവ്സ്, സ്പൈനൽ കോഡ്, ക്രേനിയൽ നെർവ്സ്, സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ശ്രദ്ധിച്ച് പറ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗം എന്താണ്? സ്പൈനൽ കോഡാണ് അല്ലേ? സ്പൈനൽ നെർവ്സും ക്രേനിയൽ നെർവ്സും ഒക്കെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ? വാട്ട് ഈസ് ദ റോൾ ഓഫ് ദി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം? കൂട്ടരെ, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ റോൾ എന്താണ്? റെഗുലേറ്റ് വോളണ്ടറി ആക്ടിവിറ്റി, റെഗുലേറ്റ് ഇൻവോളണ്ടറി ആക്ടിവിറ്റി, ഹാൻഡിൽ സെൻസറി മോട്ടോർ മിക്സഡ് ഫംഗ്ഷൻസ് ഫോർ ഹെഡ് റീജിയൻ, സെർവ്സ് സെൻസറി ആൻഡ് മോട്ടോർ ഫംഗ്ഷൻ എക്സ്ക്ലൂഡിംഗ് ദ ഹെഡ്. ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. സോ ആൻസർ ഓപ്ഷൻ ബി, റെഗുലേറ്റ് ഇൻവോളണ്ടറി ആക്ടിവിറ്റി. നമ്മൾ പഠിച്ചു ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണെങ്കിൽ ഇൻവോളണ്ടറി, സൊമാറ്റിക് ആണെങ്കിൽ വോളണ്ടറി. ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബ്രെയിൻ സ്ട്രക്ചർ സ്പെഷ്യലൈസസ് ഇൻ വിഷൻ? ഏറ്റവും അവസാനം ഞാൻ ഒന്ന് മെൻഷൻ ചെയ്ത് പോയതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. വിഷൻ, കാഴ്ച എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഏത് ഭാഗമാണ് വിഷ്വലൈസ് അല്ലെങ്കിൽ ഏത് ഭാഗമാണ് കൺട്രോൾ ചെയ്യുന്നത്? ഫ്രോണ്ടൽ ലോബാണോ, ടെമ്പറൽ ലോബാണോ, ഓക്സിപിറ്റൽ ലോബാണോ, പറൈറ്റൽ ലോബാണോ? വിഷൻ ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്തതാണ്, ഒരു സംശയമില്ല. അത് ഓപ്ഷൻ സി ആണ്, ഓക്സിപിറ്റൽ ലോബാണ് കേട്ടോ. ഓക്സിപിറ്റൽ ലോബാണ്. ഹൗ ഈസ് ഇൻഫർമേഷൻ ജനറലി ട്രാൻസ്മിറ്റഡ് വിത്തിൻ എ ന്യൂറോൺ? ഒരു ന്യൂറോണിന്റെ അകത്ത് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഫ്രം സോമ ടു ഡെൻഡ്രൈറ്റ് ടു ആക്സോൺ, ഫ്രം ആക്സോൺ ടു സോമ ടു ഡെൻഡ്രൈറ്റ്സ്, ഫ്രം ഡെൻഡ്രൈറ്റ്സ് ടു സോമ ടു ആക്സോൺ, സൈമൾട്ടേനിയസ്ലി ഇൻ ഓൾ ഡയറക്ഷൻസ്. എങ്ങനെയായിരിക്കും? നമ്മൾ പഠിച്ചതല്ലേ? ഓപ്ഷൻ സി, ഫ്രം ഡെൻഡ്രൈറ്റ്സ് ടു സോമ ടു ആക്സോൺ. ആ ഡിറക്ഷനിൽ മാത്രമേ നെർവ് ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ.
Which type of nerves carry information from the central nervous system to muscles or glands? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും മസിൽസും ഗ്ലാൻസിലേക്കും ഇൻഫർമേഷൻ കൊടുക്കുന്ന ആരാണ്? സെൻസറി ആണോ, മോട്ടോർ ആണോ, മിക്സ്ഡ് ആണോ, ഓട്ടോണോമിക് ആണോ? ബ്രെയിനിൽ നിന്നും നമ്മുടെ അവയവങ്ങളിലേക്ക് കൊടുക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? മോട്ടോർ നെർവ്സ് ആയിരിക്കും അല്ലേ? എപ്പോഴും മോട്ടോർ നെർവ്സ് ആയിരിക്കും എന്നുള്ളത് ശ്രദ്ധിച്ചോളുക. ഹൗ മെനി ന്യൂറോൺസ് ആർ അപ്രോക്സിമേറ്റ്ലി ഫൗണ്ട് ഇൻ ഹ്യൂമൻ നെർവസ് സിസ്റ്റം? 12 million, 120 million, 12 billion, 120 billion. എത്രയാണ് ഫ്രണ്ട്സ്? അത് 12 billion ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Which component of a neuron contains its genetic material? ന്യൂറോണിന്റെ ഏത് ഭാഗത്താണ് ജനറ്റിക് മെറ്റീരിയൽ ഉള്ളത്? ഡെൻഡ്രൈറ്റ് ആണോ, ആക്സോൺ ആണോ, സോമയാണോ, ടെർമിനൽ ബട്ടൺ ആണോ? പഠിച്ചതാണ്. ആൻസർ സോമയാണ് എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ? Which of the following is not true regarding nerve impulse? nerve impulse-ഉമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? Nerve impulse strength is tied to stimulus strength. A strong stimulus generates electrical impulses. Nerve impulse strength remains constant along the nerve fiber. Weak stimulus leads to small electrical changes. കൂട്ടരെ, ഇതിൽ തെറ്റായതാണ് ചോദിച്ചേക്കുന്നത്. nerve impulse strength is tied to stimulus strength. അത് തെറ്റല്ലേ? അത് തെറ്റാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. How is a neural impulse conducted in an axon? Mechanically, electrochemically, thermally, magnetically. പഠിച്ചിട്ടുള്ളതാണ്. Electrochemically പഠിച്ചിട്ടുള്ളതാണ്. Which nervous system division is associated with a fight or flight response? ഏത് nervous system ആണ് ഇതിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസുമായി ബന്ധപ്പെട്ടത്? സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക്, സൊമാറ്റിക്, സെൻട്രൽ. നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ എ സിമ്പത്തറ്റിക് എന്ന് പറയുന്ന ഒന്നാണ് കേട്ടോ. സിമ്പത്തറ്റിക് എന്ന് പറയുന്ന ഒന്നാണ്. വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് ദ ലേറ്റസ്റ്റ് ഡെവലപ്പ് എവല്യൂഷണറിലി? കൂട്ടരെ, എവല്യൂഷണറിൽ ഏറ്റവും അവസാനം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഏതാണ്? ഞാൻ അവസാനം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താണ്. ലിംബിക് സിസ്റ്റം, സെറിബ്രൽ കോർട്ടെക്സ്, ബ്രെയിൻ സ്റ്റെം, സെറിബെല്ലം. അത് സെറിബ്രൽ കോർട്ടെക്സ് ആണ് എന്നുള്ളത് നമ്മുടെ കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ മറ്റൊരു സെക്ഷനുമായിട്ട് ഉടനെ മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.